തരില്ല. ആരാണ് ഇവർ ഈ പണം തരില്ലെന്ന് പറയാൻ? ആ പണമെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ നികുതിക്കാശ് ഊറ്റിയെടുത്ത് വെച്ച പണമാണ്. അല്ലാതെ BJP എവിടെന്നെങ്കിലും അവരുടെ സമ്പാദ്യം എടുത്തിട്ട് തരുന്നതല്ല. ബന്ധപ്പെട്ട് വിവാദം തുടരുന്നില്ല. മുൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ PS തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. LDF സർക്കാരിൻ്റെ അപാകതകളടക്കം ഉണ്ടായതും ലേഖനമടക്കം പുറത്തുണ്ട്. LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപാകത ഉണ്ടായിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിടിമുറുക്കുകയാണ്. നിങ്ങളെല്ലാം ഉന്നയിക്കുന്ന രോഷവും ചോദ്യവും ചോദിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇപ്പോൾ ഈ നീറ്റ് അടിച്ചേൽപ്പിച്ചതുപോലെ PM-ശ്രീ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യണം. ഇതൊരു ഫെഡറൽ ഭരണഘടനയാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. എന്നാലും ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തു വരികയായിരുന്നു. നമുക്ക് മറ്റേ SSKയുടെ പണം തരില്ല. അതുപോലെ ഇപ്പുറത്തെ ആരോഗ്യ വകുപ്പിലാണെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പണം തരില്ല. ആരാണ് ഇവർ ഈ പണം തരില്ലെന്ന് പറയാൻ? ആ പണമെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ നികുതിക്കാശ് ഊറ്റിയെടുത്ത് വെച്ച പണമാണ്. അല്ലാതെ BJP എവിടെന്നെങ്കിലും അവരുടെ സമ്പാദ്യം എടുത്തിട്ട് തരുന്നതല്ല. ആ പണം തരില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കൊടുക്കാൻ കാശില്ല. ഈ ബുദ്ധിമുട്ടിക്കലിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് PM-ശ്രീയും ഇപ്പം നീറ്റ് നിർബന്ധിച്ചല്ലോ, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് നിർബന്ധിക്കുകയാണ്. പക്ഷേ അവസാന ശ്വാസം വരെ നമ്മൾ പറയുന്നത് അതിന് നിർബന്ധിക്കരുത്, അത് നടപ്പാക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അയച്ച ലെറ്റർ റദ്ദ് ചെയ്യണം, നീറ്റിൽ ഞങ്ങൾ ചേരുന്നില്ല. വലിയ ചർച്ച നടന്നു ഇവിടെ. ആ തീരുമാനമാണിപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് നന്നായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ UDF ഗവൺമെൻറ് ആണെങ്കിൽ അവരോട് വലിയ താല്പര്യം കാണിക്കുകയാണ്. അവർ പറയുന്നതെല്ലാം അനുസരിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അപകടകരമാണത് എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും പറയുന്നത്.